ഞാനിതിന് രാവിലെ കണ്ണൂരിൽ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ്. മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ളത്. സമുദായങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും നല്ല മൈത്രി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലമാവുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഥമമായ ജോലി. അതാണ് ഞങ്ങളുടെ രാഹുൽജി, ഞങ്ങളുടെ നേതാവ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയിലും ഞങ്ങൾ സൂചിപ്പിച്ചത് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടക്കാനാണ്. അതുകൊണ്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, അത്തരം വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഞങ്ങൾ ഏത് സംഘടനകൾക്കും എതിരല്ല. SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. ഞാൻ ഇതിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയുക എന്നുള്ള വലിയ ദൗത്യത്തിൽ ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ്ണക്കേസിൻ്റെ ഇഷ്യൂ? ഇന്നലെ ഇഷ്യൂ ആണല്ലോ അത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നല്ലോ വാർത്തയുണ്ടല്ലോ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലുമൊക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ ജോലി. ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സിലൊരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനെയും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഇത് ചോദിച്ചു ചോദ്യം, ഒരു മന്ത്രി നടത്തിയ പ്രസ്ഥാനം കാസർഗോഡിനെ കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. മല്ലികാർജുന ക്ഷേത്രം ഞാൻ KSU ആയിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന കാലത്ത് മുതൽ കേൾക്കുന്നതാണ്. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന കാലം, ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ജാതി നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിട്ട് ഒരാളുടെ പേര് നോക്കി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പാരമ്പര്യമുണ്ടെന്ന്